കണ്ടില്ലേ, കാശുള്ളവരൊക്കെ വന്ന് കിടക്കുന്നത് കണ്ടില്ലേ? അല്ല, ഇവന്മാർക്ക് വല്ല ബാറിലും പോയാ പോരെ? അതെ, നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന കൈക്കൂലി കാശാ. ശാപം കിട്ടണ കാശല്ലേ, അതിങ്ങനെ തീർക്കൂ. ഇതെന്നിട്ടൊരു മര്യാദക്ക് വേണ്ടേ? അത് ശരി, എന്നെ വന്നിടിച്ചിട്ട് എന്നോട് ചൂടാകുന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ചേട്ടൻ ആരായ എനിക്കെന്താ? ചേട്ടൻ കൂറ റമ്മ് മേടിക്കാൻ വന്നിരിക്കുന്നു, ഞാനും കൂറ റമ്മ് മേടിക്കാൻ വന്നിരിക്കുന്നു. നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും കൂതറ. കൂതറയോ? ഞാൻ ADM ആണാ, ADM ജോൺ അബ്രഹാം. എടോ, താൻ ആരായാലും എനിക്കെന്താടോ? ഇത് റോഡാ, തനിക്ക് സ്ത്രീധനം കിട്ടിയൊന്നുമല്ലല്ലോ. അരേർക്ക, നീ ആളറിയാതെ ഈ കിടന്ന് നാവാടുന്നത്. സാറൊന്ന് ഫോൺ ചെയ്താലുണ്ടല്ലോ, സാറിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാം നിനക്ക്? എന്ത് പൊസിഷൻ ആണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ മേലും കീഴും നോക്കേണ്ട കാര്യമില്ല. പോക്കൃത്തരം കാണിച്ചാണ്ടല്ലോ ഞങ്ങള് ചോദിക്കും. വേണമെങ്കിൽ ഇതാ ഞങ്ങളെ തല്ലുകയും ചെയ്യും. എന്നാ തല്ലടാ പറഞ്ഞ അടിക്കണവനെ. എടാ, നിന്നോടാ പറഞ്ഞവനെ അടിക്കാൻ. അവനെ കൊണ്ട് അടുപ്പിക്കാതെ സാറടി. സാറേ, സാറിനെന്താ ചങ്കൂറ്റല്ലേ? ഞാൻ അടിക്കും. എന്റെ അടികൊണ്ട് ഇവൻ ഇവിടെ ചോര തുപ്പും. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്റെ മേത്തെങ്ങാനും തൊട്ടോ താൻ വിവരം അറിയും. അയ്യോ സാറേ, അയ്യോ അയ്യോ, ആരോമൽ ശേഖർ വീണോ? എഴുന്നേറ്റ് ഒന്നുകൂടെ അടിക്കും സാറേ. അവൻ അവിടെ തന്നെ നിൽക്കുക. എഴുന്നേക്ക് സാറേ, നോക്കി സാറേ, ആൾക്കാർ നോക്കുന്നുണ്ട്. ധൈര്യമായി പിടിച്ചോ സാറേ. ഇതുപോലുള്ള അവസരങ്ങളിൽ പല കുടിയന്മാർക്ക് ഇതുപോലെ താങ്ങിക്കൊടുത്തിട്ടുള്ള കയ്യ. പക്ഷെ കള്ളിറങ്ങി കഴിയുമ്പോ നമുക്കിട്ട് താങ്ങാൻ വന്നേക്കരുത്. പിടി സാറേ. സാറേ, കഴിക്കരുതെന്ന് ഞാൻ പറയില്ല. പക്ഷെ മദ്യത്തിന് നമ്മളാണ് കഴിക്കേണ്ടത്, അല്ലാതെ മദ്യം നമ്മളെയല്ല. അത് സാറ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ സാറിങ്ങനെ പരിഹാസപാത്രാവോ? നീ എന്താ ഇവിടെ? നമ്മളെന്താ ഇവിടെ? അത് നല്ല ചോദ്യം. എടോ, ബീവറേജിൽ എന്തിനാ വരണേ? ഈ മുങ്ങി കുളിച്ചിട്ട് പാപം കഴികളേണമെന്നല്ലോ. ഒരെണ്ണം വാങ്ങിച്ചിട്ട് അന്തസ്സായിട്ട് വീട്ടിൽ പോയിട്ടിരുന്ന് അടിക്കാന്ന് വിചാരിച്ചപ്പോഴാ കളക്ടറേറ്റിലെ ഏമാമാരൊക്കെ വന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മെഴുകണ കണ്ടത്. നാണമില്ലല്ലോ. ആ ജോലിയുടെ മഹത്വമെങ്കിലും ഒന്ന് കാണിക്കുക. നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഞാൻ എന്റെ ഡ്രൈവറിന്റെ വില പോലും നിനക്ക് തന്നിട്ടില്ല. എനിക്കവൻ കള്ള് വാങ്ങിച്ചു തരും, സിഗരറ്റ് വാങ്ങിച്ചു തരും. പിന്നെ ഞാൻ പറയുന്നത് എന്തും ഇവൻ ചെയ്തു തരും. നിനക്കറിയോ? അല്ല, അതിന്റെ ഗുണവും അവനുണ്ട്. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സാറേ, എന്റെ കാവൽപ്പടിയുടെ വില പോലും ഞാൻ നിനക്ക് തരുന്നില്ല. നീ ഇപ്പൊ 2 ലിറ്ററിന്റെ സോഡ കൂടി വാങ്ങിക്ക്, കുറച്ച് മിച്ചറും. ശരി സാറേ. നിക്ക്.
തന്റെ ജോലി? മാഡം അത് സാറ് ചോദിച്ചത് കേട്ടില്ലേ? എന്താ തന്റെ പണിയെന്ന്? തന്റെ ഡ്യൂട്ടി അവസാനിക്കാൻ ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. എടോ, എന്റെ അമ്മയെ അപമാനിച്ചിന് നിന്നെ ഇവിടെ ഇട്ട് പട്ടിയെ പോലെ തല്ല എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ക്ഷമിച്ചിരിക്കുക. കാരണം ചീഞ്ഞു നാറിയവനെ തൊട്ട തൊടുന്നവനും നാറുമെന്നാ പറയാറ്. ഇതിപ്പോ ചീയ മാത്രമല്ലല്ലോ, മൊത്തത്തിൽ ചത്തിരിക്കല്ലേ. എടോ, അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ജോലിയും വലിച്ചെറിട്ട് താൻ വല്ല തൂമ്പ പണിയും ചെയ്യണം. എന്തിനാടാ ഇങ്ങനെ ഒന്ന് പുഴുകുന്നേ? കഷ്ടം. ഇനി വേണമെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ച് 2 അടിച്ചോ. ഈ നാറ്റം അങ്ങ് മാറി കിട്ടും. എന്നാ ശരി.